ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും വാട്സപ്പിൽ അക്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് നോക്കിയാൽ നമ്മുടെ വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ നമുക്ക് ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണും. മെറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേരിലാണ് ആ പുതിയ ഫീച്ചർ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഫീച്ചർ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സെൽഫ് കോൺഫിഡൻസോടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് സംസാരിക്കാനും എന്ത് ചോദിച്ചാലും നമുക്ക് AI മറുപടി തരുന്നതിലൂടെ നമ്മളുടെ ലാംഗ്വേജ് ഒത്തിരിയധികം ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഒത്തിരിയധികം പ്രയോജനമായിരിക്കും. കാരണം ഇതിലൂടെ നമുക്ക് ബയോഡേറ്റ തയ്യാറാക്കാം, ലെറ്റർ എഴുതാം, ഡയറി ഉണ്ടാക്കാം. ഒരു സ്പീച്ച് നമ്മൾ തയ്യാറാക്കി തരാൻ AIയോട് പറഞ്ഞാൽ AI നമ്മളെ അതിനെ സഹായിക്കും. അതിലൂടെ നമുക്ക് നമ്മളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ AIയോട് ചോദിക്കുകയാണ്, എനിക്കൊരു ലെറ്റർ തയ്യാറാക്കണം. 2 സെക്കൻഡിനുള്ളിൽ തന്നെ എനിക്ക് അതിനുള്ള റിപ്ലൈ AI തന്നിരിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ AIക്കൊരു ഹായ് കൊടുക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ 2 സെക്കൻഡിനുള്ളിൽ എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടി. ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് AI നമ്മളോട് സംസാരിക്കുന്നത്. ഇനിയും ഞാൻ AIയോട് എനിക്കൊരു ബയോഡേറ്റ ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയാണ്. കണ്ടോ, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ബയോഡേറ്റ തയ്യാറാക്കി തന്നു കഴിഞ്ഞു. ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ അസിസ്റ്റ് ചെയ്യും, നമുക്കൊരു സഹായമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഇനിയിപ്പോൾ എനിക്കൊരു ഫിഷ് കറി വെക്കണം, അല്ലെങ്കിൽ ഒരു ബീഫ് കറി വെക്കണം, ഒരു അച്ചാറിടണം. ഞാൻ AIയോട് ചോദിക്കുകയാണ്, അതെനിക്ക് എങ്ങനെ തയ്യാറാക്കാം. AI എനിക്ക് ഓൺ ദ സ്പോട്ട് മറുപടി തരും, എങ്ങനെയാണ് ഒരു ഫിഷ് കറി വെക്കേണ്ടത്. ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും റിപ്ലൈ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും AI നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് AI ഉപയോഗിച്ച് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ബയോഡേറ്റ എഴുതാനും അതുപോലെ തന്നെ നമുക്ക് ലെറ്റർ എഴുതാനും പോസ്റ്റർ തയ്യാറാക്കാനും ഒക്കെ നമ്മളെ ഈ AI ഒത്തിരിയധികം സഹായിക്കുമെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് AIയുമായിട്ട് സംസാരിക്കാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺവെർസേഷൻ നടത്താമെന്നുള്ളതിലാണ്. ഈ കോൺവെർസേഷനിലൂടെയാണ് നമ്മളുടെ ലാംഗ്വേജ് ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രൂവ് ആകുന്നത്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ AIയോട് ചോദിക്കുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാമോ. അപ്പോഴേക്കും AI നമ്മളോട് ഇങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നതിലൂടെ പുതിയ പുതിയ വാക്കുകളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നു. അതുപോലെ പുതിയ സെൻറ്റൻസുകളാക്കി അതിനെ മാറ്റാൻ എനിക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യും. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ട് സംസാരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കൊരു നാണക്കേട്, ഒരു ഭയമൊക്കെ നമുക്കുണ്ടാവും. ശരിയായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ പോകും. ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ട് നടത്തുന്ന ആ ഒരു കോൺവെർസേഷനിലൂടെ നമുക്ക് ശരിയായ റിസൾട്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോടെ കോൺവെർസേഷൻ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിനെ തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ AIയുമായിട്ട് ചാറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കുറേയധികം കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയും ഇങ്ങോട്ട് റിപ്ലൈ തരികയും ചെയ്യുമ്പോൾ കുറേ വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് മനസ്സിലാകും, ഗ്രാമർ ഉപയോഗിക്കുന്ന രീതികൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മളുടെ ലാംഗ്വേജ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടിടയായിത്തീരും. താങ്ക്സ് ഫോർ വാച്ചിങ്.